നിങ്ങൾ വിജയകുമാർ എൻ്റെ അടുത്ത് പറഞ്ഞ 22-ാം തീയതി വ്യാഴാഴ്ച എന്ന് എടുത്തു പറഞ്ഞിരുന്നു. വ്യാഴാഴ്ച എന്ന് നിങ്ങൾ വൈകുന്നേരം കത്ത് ഡ്രാഫ്റ്റ് ചെയ്യുമ്പോൾ പറഞ്ഞു ആ 22 എന്നുള്ള എനിക്ക് മറന്നുപോയതാണ്, ഞാൻ വെള്ളിയാഴ്ചയായിരുന്നു എൻ്റെ ഓർമ്മയെന്നാണ് പറഞ്ഞത് എന്ന് ഞാൻ പറഞ്ഞില്ല. നിങ്ങളുടെ സെക്രട്ടറി എന്നോട് പറഞ്ഞു. ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ ഈ പറഞ്ഞ കാര്യം എൻ്റെ സെക്രട്ടറിക്ക് അല്ലാതെ വേറെ ഈ ഒറ്റ മെമ്പേഴ്സിനും അറിയത്തില്ല. കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ ഇത് ലീക്കായി കഴിഞ്ഞാൽ അതിനനുസരിച്ച് പ്ലാൻ ചെയ്യും. നമ്മളൊരു യുദ്ധത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ യുദ്ധതന്ത്രങ്ങളാണ് വരുന്നത്. അതിന് നമ്മൾ പലരെയും കരുവാക്കിയെന്നിരിക്കും. അപ്പം നിങ്ങളെ മൊത്തം പേരെയും പിടിച്ചിട്ട് വിഡ്ഢികളാക്കുന്നതിനേക്കാൾ നല്ലത് ഒരാളെ വിളിച്ചിട്ട് ഈ കാര്യം പറഞ്ഞു വിട്ടു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. അത് തെറ്റി, വിഡ്ഢിയായതല്ല. നിങ്ങൾ ചെയ്ത സമരപ്രഖ്യാപനം 22 വ്യാഴാഴ്ച എന്ന് കൃത്യമായിട്ട് പറഞ്ഞു. അത് പ്രേക്ഷകരുടെ മുമ്പിലേക്ക് ഞാൻ അത് കൃത്യമായിട്ട് നൽകി. ഇപ്പം നിങ്ങൾ വീണ്ടും ഇരട്ടത്താപ്പ് പറഞ്ഞു. മഞ്ഞുമേൽ ബോയ്സ് എന്ന സിനിമ 10-ാം തീയതി റിലീസ് ആണെങ്കിൽ നിങ്ങൾ അതുവരെ കാത്തിരിക്കും. അപ്പൊ നിങ്ങൾ ഇരട്ടത്താപ്പല്ലേ അത്? എന്ത് അല്ല, ഇരട്ടത്താപ്പാണ്. നിങ്ങൾ എഗ്രിമെന്റ് കാണിച്ചു തരൂ. നിങ്ങൾ മഞ്ഞുമേൽ ബോയ്സ് എന്നാണ് റിലീസ്, ആ എഗ്രിമെന്റ് കാണിച്ചു തരാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്ന ഞാൻ ചലഞ്ച് ചെയ്യുന്നു. മഞ്ഞുമേൽ ബോയ്സ് റിലീസ് വരെ അത് കഴിഞ്ഞിട്ട് സമരമുള്ളൂ. ആ റിലീസിന്റെ ഡേറ്റ് ഒന്ന് കാണിച്ചു തരൂ. നിങ്ങളെ വെല്ലുവിളിക്കുകയാണ് ഞാൻ. മഞ്ഞുമേൽ ബോയ്സിന്റെ എഗ്രിമെന്റ് ഇന്ന് വന്നിട്ടുള്ള എല്ലാ തീയതിയിലും 22-ാം തീയതി ആ ഡേറ്റിന് എല്ലാവരും പടം സൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് 23 ആണെങ്കിൽ നിങ്ങൾ സമരം ചെയ്യില്ല എന്നല്ല പറഞ്ഞു. അല്ല, ഒരു പടത്തിന്റെ ഡേറ്റ് 1-2 ദിവസം മാറിക്കഴിഞ്ഞാൽ ആ സൈൻ ചെയ്ത നിങ്ങൾ അനൗൺസ് ചെയ്ത ഡേറ്റിൽ വ്യത്യാസം ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് കേരളത്തിലെ ഒരു തിയേറ്ററുകാരനും ഇവിടെ ഒരു പടവും കളിക്കാതിരുന്നിട്ടില്ല. അങ്ങനെ ഏതെങ്കിലും പടം കളിക്കാതിരുന്നിട്ടുള്ള അല്ല, ഇത്തരം ഒരു സമരം വന്നിട്ടുമില്ല. ഇത്തരം ഒരു സമരം വന്നിട്ടില്ല. ഇത്തരം ഒരു സമരം വന്നിട്ടില്ല. ഇത്തരം ഒരു സമരം എന്ന് പറഞ്ഞാൽ എന്ത് സമരം? നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ഈ കണ്ടന്റുമായി ബന്ധപ്പെട്ട് നിങ്ങളൊരു സമര പ്രഖ്യാപനം നടക്കുന്നു. നിങ്ങൾ പറഞ്ഞ ഡേറ്റിൽ സമരം തുടങ്ങണം. ആ ആ ഡേറ്റ് തുടങ്ങാതെ ഒരു സിനിമയ്ക്ക് വേണ്ടി, ഞാൻ ആ സിനിമയെ കുറ്റം പറഞ്ഞില്ല, എനിക്ക് ഇഷ്ടപ്പെട്ട ആളുകളുടെ സിനിമയാണ്, ആ സിനിമയ്ക്ക് വേണ്ടി നിങ്ങൾ എത്ര കാലം വരെ, ചിലപ്പോൾ ഒരു മാസം വരെ മാറ്റി വെച്ചും നിങ്ങൾ സമരം മുന്നോട്ട് കൊണ്ടുപോകും. അത് ഇരട്ടത്താപ്പ് നയമാണെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. അത് നിങ്ങൾ ചോദിച്ച മറുപടി പറഞ്ഞതാ. അത് ഇരട്ടത്താപ്പ് നയമാണ്. അല്ല, അത് ഇരട്ടത്താപ്പ് നയം അല്ല. അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ 23-ാം തീയതി തൊട്ട് സമരമാണ്. നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അല്ല, ഞാൻ ഒന്ന് പറയട്ടെ. ഈ മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന പടത്തിന്റെ നിർമ്മാതാക്കളെ ഇല്ലെങ്കിൽ അതിന്റെ വിതരണക്കാരെ ഏത് രീതിയിലാണ് ഇപ്പം ഒരു ശത്രു നമ്മുടെ ഒരാളെ പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ അയാളുടെ മോചനത്തിന് വേണ്ടി നമ്മൾ ചില വിട്ടുവീഴ്ചകളൊക്കെ നമ്മൾ ചെയ്യും. അപ്പം അത് സാധാരണമാണ്. അതുപോലെ തന്നെ ഈ 22-ാം തീയതി നമ്മൾ സമരം 23-ാം തീയതി ആക്കിയെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ഇദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് ഇൻ്റർവ്യൂ അദ്ദേഹം പൊട്ടിത്തെറിക്കുന്നുണ്ടില്ലേ, ഇവർക്ക് എന്തുകൊണ്ട് 22-ാം തീയതി സമരം ചെയ്തുകൂടാ? ചേടാ, ഇത് ഞങ്ങൾ എന്തുകൊണ്ട് 22-ാം തീയതി സമരം ചെയ്തുകൂടാന്ന് അവരാണോ തീരുമാനിക്കുന്നത്? അതിൻ്റെ എത്തിക്സ് എന്താണെന്നാണ് ചോദിക്കുന്നത്. അതായത് ഒരു പടം 22-ാം തീയതി റിലീസ് ചെയ്താൽ ആ പടമെങ്കിലും അങ്ങ് രക്ഷപ്പെടുമല്ലോ എന്നല്ല ആ പടത്തിൻ്റെ വിതരണക്കാരൻ ചിന്തിക്കുന്നത്. പകരം അതിനെ കൂടെ പിടിച്ച് മാറ്റത്തക്ക രീതിയിൽ എന്തുകൊണ്ട് അവർക്ക് ഒരു ദിവസം മുമ്പേ സമരം ചെയ്തുകൂടെന്നാണ് ചോദിക്കുന്നത്. ആ ആൻസറായിരുന്നു എനിക്ക് ആവശ്യം. കാര്യം അത് ഞാൻ എന്ത് ചെയ്തതെന്നറിയാമോ? ഈ സാധനം ക്ലിപ്പ് ചെയ്ത് ഞാൻ സൗബിൻ്റെ ഫാദറിന് അയച്ചു കൊടുത്തിട്ടുണ്ട്. സൗബിൻ ഷാദറിനും അയച്ചു കൊടുത്തിട്ടുണ്ട്. അതാണ് കേട്ടോ, നിങ്ങളെ സഹായിക്കാനെന്നും പറഞ്ഞിരിക്കുന്ന വ്യക്തിയുടെ ഉദ്ദേശം ഇതാണ്. കാര്യം നിങ്ങളെ കൂടെ ഒക്കുവെങ്കിൽ മാറ്റുക എന്നുള്ളതാണ്. കാര്യം ഇവർ ഈ തലപ്പത്തിരിക്കുന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സോ പ്രൊഡ്യൂസേഴ്സോ ആർക്കും തന്നെ ഇവിടെ സ്ഥിരമായിട്ട് പടം എടുക്കുന്നവരോ സ്ഥായിയായി ഇവിടെ നിലനിൽക്കുന്നവരെ സഹായിക്കണമെന്നുള്ള ഉദ്ദേശം അല്ല. ഇവരെയൊക്കെ എങ്ങനെയെങ്കിലും ട്രബിളിലാക്കണമെന്നുള്ള ഉദ്ദേശത്തിൻ്റെ പുറത്താണ്. ഇവിടെ പടം എടുക്കുന്ന ഒരു പ്രൊഡ്യൂസേഴ്സിനും ഒരു ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും ഇവിടെ തലപ്പത്തിരിക്കുന്ന ആരെയും ഇഷ്ടമല്ല. ഇവർ ഏകദേശം 10-15 പ്രൊഡ്യൂസേഴ്സ് എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. കാര്യം വെച്ചാൽ എൻ്റെ വിജയകുമാറെ നമുക്ക് പടം ഇറക്കുന്നതാണ് താല്പര്യം, യുവമാരെ കൊണ്ട് പൊറുതി മുട്ടിയെന്ന്. ഈ ഡിസ്ട്രിബ്യൂട്ടറെ സംഘടനയെ കൊണ്ട് പൊറുതി മുട്ടി എത്ര പേരാ ഉള്ളത്? നിങ്ങൾ മാസത്തിലൊരിക്കൽ ഇദ്ദേഹത്തെ ഹീറോ മാതിരി ഇൻ്റർവ്യൂ ചെയ്ത് കാണിക്കുന്നുണ്ടല്ലോ. എന്ത് ഹീറോയിസോ അദ്ദേഹത്തിനുള്ള 23 ക്രിമിനൽ കേസുള്ളതോ? ആ, ഇപ്പം ഇന്നലെയും പേപ്പറിനകത്ത് നിങ്ങൾ കണ്ടേയില്ലേ തട്ടിയിട്ട് കേസ്. എന്ത് ഹീറോയിസോ അദ്ദേഹത്തിനുള്ള? നിങ്ങൾ മാസത്തിലൊരിക്കൽ അദ്ദേഹത്തെ ഇരുത്തി മേക്കപ്പ് ഒക്കെ ഇട്ടിരുത്തി ഇങ്ങനെ ഇൻ്റർവ്യൂ ചെയ്ത് കാണിക്കുന്നതാണ്. വേറെ ഒരു ചാനലിലും കാണാറില്ല, യൂട്യൂബ് ചാനലിൽ. അപ്പം ഞാൻ ചോദിക്കുന്നത് എന്ത് സവിശേഷതയുടെ പുറത്താണ്? അദ്ദേഹത്തിന് തട്ടിപ്പ് കേസിൽ പ്രതിയായതുകൊണ്ട് അതോ പറ്റീര കേസിൽ പ്രതിയായതുകൊണ്ട്? എന്തുകൊണ്ടാണ് അങ്ങനെയുള്ളവരെ തലപ്പത്ത് വയ്ക്കുമ്പോൾ താങ്കളും ചേംബറിൽ ഉണ്ടായിരുന്നല്ലേ? താങ്കൾ ചേംബറിന്റെ പ്രസിഡന്റ് ആയിരുന്നു. അന്നും സിയാദ് ബക്കർ ചേംബറിലുണ്ട്. എന്തുകൊണ്ട് അന്ന് പ്രതികരിച്ചില്ല? ഇങ്ങനെ തട്ടിപ്പ് കേസിൽ പ്രതിയായ ആളെ എന്തൊരു ചേംബറിൽ വെക്കണം ചോദിച്ചോ താങ്കൾ? ഈ 2-3 വർഷത്തിന് ഇപ്പുറമാണ് ഈ സംഭവം. പിന്നെ ഈ സംഭവം അദ്ദേഹത്തെ ഞങ്ങളല്ല ഒന്നും ചെയ്യേണ്ടത്. ഇപ്പോൾ പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ ഒരു മെമ്പർക്ക്, ഒരു എക്സിക്യൂട്ടീവ് മെമ്പർക്ക് ഒരു കേസുണ്ടെന്ന് പറഞ്ഞ് പ്രൊഡ്യൂസർ അസോസിയേഷൻ അദ്ദേഹത്തെ എടുത്ത് പുറത്ത് കളഞ്ഞു. കണ്ടല്ലോ? അതെ. അപ്പോൾ ഈ കേസുള്ളവരെ എല്ലാം പുറത്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ സ്ഥാനം എവിടെ ആയിരിക്കും? പിന്നെ
ഇതൊന്നും നമ്മുടെ വിഷയമല്ല, ഇവിടുത്തെ വിഷയമല്ല, നമ്മുടെ വിഷയമല്ല. ഇപ്പൊ ഈ സമരം 23-ാം തീയതി തന്നെയാണോ അതോ ആ പടം റിലീസ് ചെയ്തിട്ടാണോ? നമ്മുടെ സമരം ഇപ്പോഴും 23-ാം തീയതി മുതൽ തന്നെ തീരുമാനിച്ചേ. 23-ാം തീയതി